തനിക്കെതിരെ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെന്ന് ചെർപ്പുളശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചെയർമാൻ പറഞ്ഞു. അതിങ്ങനെ ഫോൺ പിടിച്ച് വരുമ്പോൾ ഫോണായിരുന്നു അങ്ങനെ പിടിച്ച് നടക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫോൺ പിടിക്കല് നടക്കലുണ്ട്. ഇത് ശ്രദ്ധിച്ചോണ്ട് അതിൽ വാട്സപ്പ് ഓഫാക്കാതെ ഇത് ഞങ്ങളൊരു 50 മീറ്റർ നടന്നില്ല. എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. കാറ് കയറിയപ്പോഴേക്ക് ഇത് റെക്കോർഡായിരുന്നു. അത് കണ്ടു. ഒരാളിനെ വിളിച്ചു, നിങ്ങളുടെ ഫോണിൽ വോയിസ് കൊണ്ട് വന്നു. 2 മിനിറ്റ് കൊടുത്തില്ല. ആ 2 മിനിറ്റുള്ളത് ഡിലീറ്റ് ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ്. അപ്പോഴേക്ക് ഇത് ഷെയർ ചെയ്യപ്പെട്ടു. ചില ഫോണിൽ പോയില്ല. അതായത് അബദ്ധമൊന്നും പറഞ്ഞില്ല. സംഭാഷണമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ ആ സംഭാഷണങ്ങൾ അറിയാതെ കൈതട്ടി വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റേതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം വെട്ടിമാറ്റി എഡിറ്റ് ചെയ്ത ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും പി രാമചന്ദ്രൻ പറഞ്ഞു. രാഷ്ട്രീയമായി തെറ്റുണ്ടാക്കുക, ഒരു അബദ്ധത്തിലാണ് വോയിസ് ക്ലിപ്പ് വന്നാൽ അത് രാഷ്ട്രീയമായി എങ്ങനെ ആക്കാം? എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ആ വോയിസ് ക്ലിപ്പിലൂടെ ചെയർമാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ രാജിവെക്കാൻ ആവശ്യമായി എന്താണ് ചെയർമാൻ ചെയ്തതെന്ന് കൂടി പറയുന്നത്. അതിൽ പറഞ്ഞ വോയിസ് ക്ലിപ്പ് എങ്ങനെ വ്യാഖ്യാനിച്ചു? എന്തെങ്കിലും സാമ്പത്തിക തിരിമറിക്ക് ഞാൻ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും നഗരസഭയ്ക്ക് നഷ്ടം വരുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഔദ്യോഗിക കൃത്യവിലോപം നടത്തിയിട്ടുണ്ടോ? അത് വലിയൊരു ഇഷ്യൂ ആക്കി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനൊക്കെ സമരം ചെയ്യാൻ അവകാശം ഉണ്ട്. ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് എന്താണ് അതിൻ്റെ ബേസ് എന്ന് കൂടി പറയാൻ അവർക്ക് പറയാം. ഇന്ന കാരണങ്ങളാൽ എന്താ ഞാൻ പരാമർശിച്ചപ്പെട്ട വാചകങ്ങൾ ആ വോയിസ് ക്ലിപ്പ് പ്രസിദ്ധീകരിച്ച വാചകത്തെ പോലും നിയമസംഹിതയ്ക്ക് ഒതുങ്ങാത്ത രീതിയിൽ ചെയർമാൻ പ്രവർത്തിച്ചു എന്ന് പറയാൻ എന്താണ് അതിലുള്ളതൊക്കെ മനസ്സിലാവുന്നത്? സംഭാവന വാങ്ങുന്ന കാര്യത്തിലാണോ? നമുക്ക് സംഭാവന വാങ്ങിക്കൂടെ എന്ന് എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്നതാണോ? സംഭാവന ഇല്ലാതെ പറഞ്ഞില്ലല്ലോ. ഇത് ചില ആളുകൾക്ക് മാത്രം ഞങ്ങൾ സംഭാവന വാങ്ങാൻ പാടില്ല, അത് വാങ്ങാറില്ല. അത് വാങ്ങിക്കൂടെ, നമുക്ക് എല്ലാവരും വാങ്ങുന്നു, നമുക്കും സംഭാവന വാങ്ങിക്കൂടെ എന്ന് എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചതാണല്ലോ ഒരു തെറ്റായി പറഞ്ഞത്. താൻ ചെയർമാനായ നഗരസഭയ്ക്കോ പൊതുജനങ്ങൾക്കോ എതിരായ യാതൊരുവിധ ജനവിരുദ്ധ പ്രവൃത്തിയും താൻ നടത്തിയിട്ടില്ലെന്നും സംഭാവന നൽകുന്നതുമായി ബന്ധപ്പെട്ട പൊതുവായ പ്രശ്നങ്ങൾ നാട്ടിൽ പരസ്യമായ കാര്യങ്ങളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും പൂര കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാരും സംഭാവന വാങ്ങുന്ന പതിവുണ്ടെന്നും ഇതാണ് താൻ ആ വോയിസ് ക്ലിപ്പിലൂടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതെന്നും ചെയർമാൻ പറഞ്ഞു. ഇതൊക്കെ വലിയ ലാഭം ഉണ്ടാകുന്ന സ്ഥാപനം നിലയ്ക്ക് 10,000-50,000 ലക്ഷങ്ങളും വാങ്ങുന്നവരും ഉണ്ട്. അത്ര പിരിവ് നടത്തിയത് അല്ലാതെ വാങ്ങിയവരും ആ മോശം എന്നുള്ളതൊക്കെയല്ല ഞാനിൽ പരാമർശിച്ചുള്ളത്. പൂര കമ്മിറ്റിക്ക് പൈസ വാങ്ങിയത് ആ മോശമായിരുന്നതൊക്കെയല്ല, അവരൊക്കെ നല്ല വാങ്ങുന്നുണ്ട് എന്ന നിലയ്ക്കൊരു പരാമർശമാണത്. ഇവർ മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസ് നേതാവും BJP നേതാക്കളും എല്ലാവരും അടങ്ങുന്ന വലിയൊരു പൂര കമ്മിറ്റിയെ ആണ് അവർ പോയിട്ട് സംഭാവന തിരിച്ചുള്ളത്. അല്ല ഒരാളെ, അതിൽ 2 പേരെ മാത്രം, CPM-മായി പ്രവർത്തിക്കുന്ന 2 ആളെ പേര് മാത്രം പറഞ്ഞ് ബാക്കിയുള്ളവരുടെ പേരെന്ന് കരുതിക്കൂട്ടി ഒഴിവാക്കിയിട്ടുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ്. അല്ല, വോയിസ് ക്ലിപ്പ് എൻ്റെ എല്ലാം നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. അത് അവർക്ക് ആവശ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ടാണ് ആ വോയിസ് ക്ലിപ്പ് ഇറക്കിയിട്ടുള്ളത് എന്നാണ് അത് പറയുന്നത്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പി സുബീഷിനെതിരെയും ചെയർമാൻ ആരോപണം ഉന്നയിച്ചു. വീട്ടിക്കാട് കോറിയുടെ പേരിൽ പ്രദേശത്തെ സ്ഥലം വിൽപ്പന നടത്തുന്നതിനും മറ്റും ഇടനിലക്കാരനായി നിന്ന് പി സുബീഷ് ലക്ഷങ്ങളാണ് കൈപ്പറ്റിയിട്ടുള്ളതെന്നും പി രാമചന്ദ്രൻ പറഞ്ഞു. റോഡ് 4 മീറ്റർ വീതിയിൽ 8 മീറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയിൽ പെർമിഷൻ. അത് റോഡാണ്, വീതി കൂട്ടുന്നത് നമുക്ക് തീർക്കണ്ടായിരുന്നല്ലോ. റോഡാ വീതി. അപ്പം അതിന് വേണ്ടി വീടുകൾ കുടിയൊഴിപ്പിക്കുന്നുണ്ട്. വലിയ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലുള്ള കട, ഒരു കട റൂമിനൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് കട വാങ്ങിയിട്ടുണ്ട്. കോടാനുകോടി രൂപയാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ളത്. ഇത് ഭൂമി വാങ്ങാൻ മാത്രം. ഇതിനൊക്കെ മലപ്പുറത്തുകാരല്ല അതിൻ്റെ ഇടനിലക്കാർ. അവിടുത്തെ ഇവരൊക്കെ തന്നെയാണ്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ മധ്യസ്ഥയിലാണ് ഈ കച്ചവടം മുഴുവൻ നടന്നിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ മധ്യസ്ഥയിലാണ് അവിടെ ഈ കച്ചവടം മുഴുവൻ നടന്നിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ കച്ചവടം നടന്നത്, കോടിക്കണക്കിന് രൂപയുടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിക്കാടൻ മല എന്നുള്ള മലയുടെ വലിയൊരു ഭാഗം ഇൻഫ്രാഗ്രാൻ ഇടിച്ചാൽ എടുത്തു പറഞ്ഞാൽ എത്രയോ ഇരട്ടി, 3 ഇരട്ടി ഭൂമി ഇവർ വാങ്ങിക്കഴിഞ്ഞു. അവിടെ അവരെ കോറിക്ക് 2 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നുള്ള സ്ഥലം മുഴുവൻ അവർ വാങ്ങി കഴിഞ്ഞു. 2 കിലോമീറ്റർ ഇപ്പുറത്തുനിന്നുള്ള മുഴുവൻ സ്ഥലവും, കൃഷി സ്ഥലവും
എല്ലാ അവിടുത്തെ വീടുകളും ഒക്കെ അവർ വാങ്ങിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്ന് ഇതിനൊക്കെ ഇടനിലക്കാരായി നിൽക്കുകയും ഇതൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും അവസാനം എൻ്റെ അടുത്ത് എൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തതിലുള്ള പരിചയക്കുറവിൻ്റെ ഭാഗത്തിൽ അബദ്ധം പറ്റിയത് സമ്മതിക്കുന്നു. ഞാൻ എനിക്കിപ്പോൾ അവർ അത്ര പ്രായമല്ലല്ലോ, ചെറിയ അബദ്ധങ്ങളെ പറ്റാം. എൻ്റെ പിടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അന്ന് പോയ ക്ലിപ്പാവാം. അത് ഉപയോഗിച്ചുകൊണ്ട് തേജോധം ചെയ്ത് രാജിവെക്കണം എന്ന് പറഞ്ഞത് ഇത് പറഞ്ഞതിനോട് ഞങ്ങൾക്കെതിരെ ഒന്നും പറയാനില്ലാത്തതിൻ്റെ പ്രശ്നം. ഞങ്ങളെ ഭരണസമിതിക്കെതിരെ എന്തോ ആരോപണം അവർക്ക് പറയാനുണ്ടായിരുന്നു. ഞങ്ങളെ ഭരണസമിതിക്കെതിരെ ഇത്തരം വ്യക്തിപരമായ പരാമർശം എന്ന് വിളിച്ചാൽ ഇവിടുത്തെ വികസനം ഒക്കെ കാണുമ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പുറത്ത് കണ്ടുവരുന്നവർക്ക് ബോധ്യമായപ്പോൾ അപ്പം എന്തുണ്ട്, കിട്ടിയ ഒരു കച്ചിത്തുരുമ്പ് ഇത്രമാത്രം ചീപ്പാവരുത് രാഷ്ട്രീയക്കാരെന്ന് എനിക്ക് പറയാം. അല്ലാതെ എന്തൊരു കാര്യം ഉണ്ടായിരുന്നതും കൂടി കേട്ട അവസ്ഥ കേട്ടും കൂടി പറയുന്നു. ചെയർമാൻ എന്താണ് ആ അവസ്ഥ തെറ്റായി പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുനിസിപ്പൽ ഭരണ നേതൃത്വത്തെയും ജനങ്ങൾക്കിടയിൽ താറടിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ UDF ഏറ്റെടുത്ത് നടത്തുന്നതെന്നും യാതൊരു കഴമ്പുമില്ലാത്ത ആരോപണമാണിതെന്നും ചെയർമാൻ പറഞ്ഞു. രാഷ്ട്രീയ വഞ്ചനയെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ചെർപ്പുളശ്ശേരിയിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും ചെയർമാൻ അഭ്യർത്ഥിച്ചു. എന്താണ് രാജിവെക്കാനുള്ള ചാർജ്? എന്താണ് രാജിവെക്കാനുള്ള ചാർജ്? അത് വ്യക്തമാക്കി തരണല്ലോ. നിങ്ങൾ നേതൃത്വത്തോളൂ. എന്താണ് ഒരു ചെയർമാൻ രാജിവെക്കേണ്ട ചാർജ്? ആ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാനതിൽ പറഞ്ഞത്? രാജ്യദ്രോഹമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും മുനിസിപ്പാലിറ്റി അസറ്റ് കട്ടും കുറിച്ച് എന്തെങ്കിലുണ്ടോ? ആ വോയിസ് ക്ലിപ്പുമായി ബന്ധപ്പെട്ട് ചെയർമാൻ രാജിവെക്കണം എന്ന് പറയാൻ എന്തിനു കാരണമാണല്ലോ. പൂര കമ്മിറ്റിക്കാർക്ക് പൂരക്കാർ പൈസ കൊടുത്തു ഞാൻ പറഞ്ഞാണോ? ആണോ? പൂര കമ്മിറ്റിക്കാർ പൈസ എത്ര വാങ്ങിയിട്ടുണ്ട്? അപ്പോൾ ആരാ വാങ്ങാത്തത്? CCN ചെർപ്പുളശ്ശേരി.